നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയമാണ്. സോ റിവിഷനിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ഡോപ്പേ തന്നെയാണെങ്കിൽ ഏകദേശം 10 ബാച്ചുകൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇനി ബാക്കി ബാച്ചുകളും കൂടി ഈ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ റിവിഷനിലേക്ക് പോവുകയാണ്. റിവിഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനുള്ളത്. ആൻഡ് ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളാണ് സ്ഥിരമായിട്ട് നമ്മൾ റിവിഷൻ എന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്ന കാര്യം ദാറ്റ് ഈസ് അബൌട്ട് പാസീവ് റിവിഷൻ ആൻഡ് ആക്റ്റീവ് റിവിഷൻ. സോ ലെറ്റ്സ് സീ വാട്ട് ഓൾ ആർ ദാറ്റ്. നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ ഏതാണെന്ന് ആദ്യം കണ്ടുവെക്കാം. ആൻഡ് ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് കുറേ അധികം ആളുകൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ റിവിഷൻ എന്ന പേരിൽ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവും. സോ ആക്ച്വലി എന്താ റിവിഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ടാവും. വീഡിയോ മുഴുവനായിട്ടും കാണുക എന്നുള്ളതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലേക്ക് ഒന്ന് കടന്നു പോയി നോക്കിയാലോ. തെറ്റായിട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ റീഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു പ്രാവശ്യം ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ വായിച്ച കാര്യങ്ങൾ വീണ്ടും റീഡ് ചെയ്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബയോളജി NCERT, കെമിസ്ട്രി NCERT ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാന വില്ലന്മാരായിട്ട് മാറുന്നുണ്ടാവുക. ഇപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ഞാൻ ബയോളജി NCERT ഒരു 40 പ്രാവശ്യത്തോളം, അതായത് ഫൈനൽ എക്സാമിൻ്റെ തലേ ദിവസം വരെ അടക്കം കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഓരോ ചാപ്റ്റേഴ്സും ഏകദേശം ഒരു 40 പ്രാവശ്യം വരെ ഞാൻ വീണ്ടും വായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഈ പറയുന്ന സാധനത്തിനാണ് റീഡിംഗ് എന്ന് പറയുക. ആൻഡ് ഈ സാധനം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ടോപ്പയിലടക്കം ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, നമ്മൾ വീണ്ടും NCERT വായിക്കണം. NCERT കൂടുതൽ തവണ വായിക്കുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് വരിക എന്നുള്ള കാര്യം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ റീഡിങ്ങിന് ദർ ഇസ് എ വെരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു പേജ് എടുത്തു, ആ പേജ് എടുത്തിട്ട് നമ്മൾ രണ്ടാമത് റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മിക്കപ്പോഴും ഒക്കെ ഈ സാധനം ജസ്റ്റ് ഇങ്ങനെ വായിച്ചിങ്ങനെ പോകില്ല. സോ ദാറ്റ് ഈസ് നോൺ ആസ് ലൈക്ക് പാസീവ് റീഡിങ്. അതായത് നമ്മളിങ്ങനെ കാണുന്നു ഒരു പേജ്, ഓക്കെ ഈ പേജിലുള്ള ഈ കാര്യങ്ങൾ എനിക്കറിയാം, ഇതൊക്കെയാണ്, ഇത് അടുത്ത് ഓക്കെയാണ്, വെറുതെ ഇങ്ങനെ വായിച്ച് പോവുക. അപ്പോൾ നമ്മൾ ഈ വായിക്കുന്നതിൻ്റെ ഒരു 30% സാധനങ്ങൾ ഒക്കെ തന്നെയാണ് നമ്മൾ സീരിയസ് ആയിട്ട് ചിലപ്പോൾ കാണുള്ളൂ. ബാക്കി ഒരു 70% സാധനങ്ങൾ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പോയിന്റുകൾ തന്നെ നമ്മൾ വെറുതെ വിട്ടുപോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് സേ നോ ടു റീഡിങ്. ഒരിക്കലും വെറുതെ വീണ്ടും പോയിട്ട് വായിച്ചിരിക്കരുത്. സോ നമ്മൾ ചെയ്ത സമയത്താണെങ്കിലും ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ വിട്ടുപോകണം. തല കറങ്ങേണ്ട ആവശ്യമില്ല. കാരണം എനിക്കറിയാം പല ആൾക്കാരും റീഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് മിസ്റ്റേക്ക് യു ഹാവ് ടു ഡു. ആൻഡ് ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നല്ലേ അവസാനം പറഞ്ഞുതരാം. സോ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ റിവിഷനിൽ നമ്മൾ ചെയ്യുന്ന റിവിഷൻ ഇൻഎഫക്റ്റീവ് ആയി പോകാനുള്ള ഒരു കാരണമാണ് ദാറ്റ് ഈസ് നമ്മുടെ അണ്ടർലൈനിങ് എന്ന് പറയുന്ന ഒരു സാധനം. വളരെ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ ഒരു പേജ് എടുക്കുക, അതിലിങ്ങനെ അണ്ടർലൈൻ ചെയ്ത് പോവുക, ഹൈലൈറ്റ് ചെയ്ത് പോവുക. സോ യൂഷ്വലി നമ്മൾ എങ്ങനത്തെ പോയിന്റ്സ് ആണ് അണ്ടർലൈൻ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത്, ഓക്കെ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് തോന്നുന്ന ഒരു സാധനം ഉണ്ട്. ആ സാധനം നമ്മൾ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അങ്ങനെ അണ്ടർലൈൻ ചെയ്ത ആദ്യത്തെ റീഡിങ്ങിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്തു, രണ്ടാമത്തെ റീഡിങ്ങിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്തു, മൂന്നാമത്തെ റീഡിങ്ങിൽ അണ്ടർലൈൻ ചെയ്യും. അണ്ടർലൈൻ ചെയ്ത് പല കുട്ടികളുടെ NCERT പേജ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. കംപ്ലീറ്റ് പേജ് മൊത്തം അണ്ടർലൈൻ ചെയ്ത പോലെയാണ്. ചിലപ്പോൾ ലൈക്ക് ഇറ്റ് വിൽ ബി ലൈക്ക് മഴവില്ലൊക്കെ പോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, എല്ലാ കളറിലും ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിനകത്ത് എത്ര പോയിന്റ്സ് നമ്മൾ സീരിയസ്ലി ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വായിക്കാൻ അറിയാം, നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്നിട്ട് നമ്മളിങ്ങനെ താഴെ കൈ എടുത്തിട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ അണ്ടർലൈൻ ചെയ്യും, ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ അണ്ടർലൈൻ ചെയ്യും, ഇത് കൊള്ളാലോ നമ്മൾ വിചാരിച്ച് അണ്ടർലൈൻ ചെയ്യും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അണ്ടർലൈൻ. അപ്പോൾ ലൈക്ക് ബേസിക്കലി വാട്ട് ഈസ് വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഈസ് വർക്കിംഗ്. ലൈക്ക് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യുന്ന സമയത്ത് കൈ ഈസ് വർക്കിംഗ്, നോട്ട് ദ ബ്രെയിൻ ഈസ് വർക്കിംഗ്. ബ്രെയിൻ എന്ത് ചെയ്യും, ബ്രെയിൻ ഇങ്ങനെ പാസീവായിട്ട് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നുണ്ടാവും. ബേസിക്കലി നമ്മുടെ കൈയാണ് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം, അത് ഓർമ്മ വേണം. സോ ഇങ്ങനെ നിറയെ അണ്ടർലൈൻ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ഇത് മൊത്തം ഞാൻ വായിച്ചു കഴിഞ്ഞു എന്നൊരു ഫീലിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെച്ചൊരു പേജ് എടുത്തിട്ട് തുറന്നു നോക്കുക, എന്നിട്ട് ഇതിനകത്ത് എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് എന്നുള്ള കാര്യം നോക്കുക. ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് അണ്ടർലൈൻ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, ഓർമ്മ മിക്കവാറും കാര്യങ്ങൾക്കൊന്നും ബാക്കി ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഫാക്ട് അല്ലെങ്കിൽ വാസ്തവം ഓർക്കാലോ അല്ലേ. ഇത് രണ്ടാമത്തെ കാര്യമാണ്, അണ്ടർലൈൻ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഉണ്ടാവാറില്ല എന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ലൈക്ക് ഐ വിൽ ബി ടെല്ലിങ് നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കുന്ന ഒരു പരിപാടിയുണ്ട് നമുക്ക്. അപ്പോൾ റിവിഷൻ സമയത്ത് മിക്കവാറും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും യൂട്യൂബ് ചാനലും അല്ലെങ്കിൽ എല്ലാ ടോപ്പേഴ്സിൻ്റെയും വ്ളോഗുകളും സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് വെച്ചാൽ ഷോർട്ട് നോട്ട്സ് എന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കണം, ഷോർട്ട് നോട്ട്സ് ആണ് റിവിഷൻ്റെ ടൂൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഡെഫിനറ്റ്ലി ഐ വിൽ ബി ടെല്ലിങ് ഷോർട്ട് നോട്ട്സ് ആണ് റിവിഷൻ്റെ ടൂള്. പക്ഷേ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ സാർ എന്ത് തേങ്ങയെ പറയുന്നതല്ലേ. സോ നമുക്ക് ഈ പോയിന്റ് മുതൽ തിരിച്ച് പറഞ്ഞു നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. സോ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കലല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ആക്ച്വലി വാട്ട് ഈസ് ഷോർട്ട് നോട്ട്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് റീഡിങ് പാടില്ല എന്ന് പറഞ്ഞു, അണ്ടർലൈനിങ് കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. സോ വാട്ട് വി ഹാവ് ടു ഡു എന്നുള്ളതാണ് അടുത്ത 3 കാര്യത്തിൽ പറയാനുള്ളത്. സോ എന്താ റിവിഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഡു ആക്റ്റീവ് റിവിഷൻ ദാൻ പാസീവ് റിവിഷൻ. നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്ത് പോകാന്നുള്ളതല്ല, നമ്മുടെ ബ്രെയിനിനെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. സോ
ഹൗ മച്ച് യുവർ ബ്രെയിൻ ഈസ് ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ ദാറ്റ് തിങ്. നമ്മുടെ ബ്രെയിൻ എത്രത്തോളം പണി എടുക്കുന്നുണ്ട് എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മുടെ ബ്രെയിനിനകത്ത് ഓർമ്മശക്തി നിലനിൽക്കുന്നത്. ബേസിക്കലി നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ മെമ്മറി കാർഡ് പോലത്തെ ഒരു സ്പേസ് ഒന്നുമല്ല. ഇറ്റ് ഈസ് ലൈക്ക് ന്യൂറോണൽ ഇന്ററാക്ഷൻസ് ആണ്. സിനാപ്സുകൾ ഫോം ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ സാധനങ്ങൾ ഉണ്ടാവുന്നുണ്ടാവുക. സോ ഹൗ മച്ച് ബ്രെയിൻ ഈസ് ഇൻവോൾവ്, അല്ലെങ്കിൽ ഈ ബ്രെയിനിൽ ലേണിംഗ് പാർട്ടുകൾ എത്രത്തോളം ഇൻവോൾവ് ആവുന്നു അതിനാണ് നമുക്ക് പറയുന്നുണ്ടാവുക. അപ്പോൾ ലേണിംഗ് പാർട്ട് ഇൻവോൾവ് ആവണമെങ്കിൽ ബേസിക്കലി ദിസ് ഷോർട്ട് നോട്ട്സ്, ഐ വിൽ ബി കമ്മിങ് ബാക്ക്, മൂന്നും തിരിച്ചു വരാം. ഷോർട്ട് നോട്ട്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ യു ഹാവ് ടു യൂസ് ഇറ്റ് ഫോർ റീകോളിംഗ് ദ തിങ്സ്. ആക്ച്വലി അങ്ങനെ തന്നെയാണ് പറയാ, റീകോൾ എന്നാ പറയുന്നുണ്ടാവുക. അതായത് നമ്മൾ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട കാര്യങ്ങളായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയാണ്, വളരെ സിമ്പിളായിട്ട് ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ ആണ് നമ്മൾ പഠിക്കുന്നതെന്ന് വിചാരിക്കുക. ഇത്ര സിമ്പിളായിട്ട് പറയാൻ പറ്റാത്ത കാര്യമാണ് എനിക്കറിയാം കേട്ടോ. ലോസ് ഓഫ് മോഷനാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഷോർട്ട് നോട്ട്സിലുള്ള വാക്കുകൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ചെറിയ ഹെഡിങ് ആണ്, ഫസ്റ്റ് ലോ, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇക്വേഷൻ, സെക്കൻഡ് ലോ, അതിന്റെ ഒരു ഇക്വേഷൻസ് കാര്യങ്ങൾ, തേർഡ് ലോ, അങ്ങനത്തെ ഒരു സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് വിചാരിക്കുക. ഈ ഫസ്റ്റ് ലോ എന്നുള്ള ഹെഡിങ് കാണുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ലൈക്ക് വാട്ട് വാസ് ദ ഫസ്റ്റ് ലോ, അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു, അതായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ എന്തായിരുന്നു എന്നുള്ളൊരു കാര്യം ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിലൊരു ശ്രമം നടക്കണം. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് റീകോൾ. അങ്ങനെ നമ്മൾ ഒരു ശ്രമിച്ചു നോക്കണം. ആൻഡ് അതിന് അങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടിയുള്ള ഹിന്റുകളായിരിക്കണം നിങ്ങളുടെ ഷോർട്ട് നോട്ട് ഉണ്ടാവേണ്ടത്. അതല്ലാതെ ആ ഫസ്റ്റ് ലോ മുഴുവനായിട്ട് എഴുതി വെച്ച്, സെക്കൻഡ് ലോ ഫുള്ളായിട്ട് എഴുതി വെച്ച്, അതിന്റെ ഇക്വേഷൻസ് മുഴുവനായിട്ട് എഴുതി വെച്ച്, എല്ലാ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ച് അങ്ങനെയല്ല പോകേണ്ടത്. സോ വാട്ട് ഈസ് ഇൻ യുവർ ഷോർട്ട് നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂട്ടൺ ഫസ്റ്റ് ലോ എന്നുള്ള ഹെഡിങ് അവിടെ ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ ഓക്കെ എന്തായിരുന്നു നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇനി അതായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷന്റെ എന്താ പറയുക, ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് ഒരു ഇനീഷ്യൽ പാർട്ട്, അത് മാത്രം വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി വരണം. ഇനി ആ ഫസ്റ്റ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളി ഒരു വണ്ടർഫുൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതിയ സമയത്ത് എക്സാമിൽ ഒരു അടിപൊളിയായിട്ട് നമ്മൾ തെറ്റിച്ച, അതായത് ശരിയാണെന്ന് നമ്മൾ വിചാരിച്ച് ചെയ്തപ്പോൾ തെറ്റിപ്പോയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ആഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. സോ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചാൽ ഈ ഷോർട്ട് നോട്ട് ഈസ് യൂസിങ് ഫോർ റീകോൾ, അല്ലാതെ രണ്ടാമത് വീണ്ടും വായിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ ഷോർട്ട് നോട്ട് ഉണ്ടാകുമ്പോൾ എല്ലാ പോയിന്റും എഴുതും, എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന എല്ലാ പോയിന്റും ഇങ്ങനെ എഴുതി വെക്കും, എന്നിട്ട് ഇങ്ങനെ നോക്കി വായിക്കും. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, നമ്മളിങ്ങനെ നോക്കി വായിക്കുമ്പോൾ ദിസ് ഈസ് റീഡിംഗ് മാത്രമാണ് ഇൻവോൾവ് ആവുന്നത്, നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളത്. സോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടാണ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് ലൈക്ക് ദിസ് ഈസ് ഫോർ റീകോളിംഗ് എന്ന് ഓർക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു ഓർഗാനിക് കെമിസ്ട്രിയുടെ ഷോർട്ട് നോട്ട്, ഇപ്പോൾ കുട്ടികൾ കൂടുതലും ചോദിക്കുന്നതാണ്, സാർ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ട് ഒട്ടും ശരിയാവുന്നില്ല എന്ന് പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയുടെ ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ഒരു കാനിസാരോ റിയാക്ഷൻ, ഒരു പേര് നമ്മൾ ഇതിനകത്ത് നോക്കുകയാണ്, കാനിസാരോ റിയാക്ഷൻ എന്തായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റണം. അതിന്റെ റിയേജന്റ് അല്ലെങ്കിൽ അതിന്റെ കാറ്റലിസ്റ്റ്, അതിന്റെ ബാക്കി കാര്യങ്ങൾ അത് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. അതിനുള്ള ഹിന്റ് പോയിന്റ്സ് ആയിരിക്കണം നമ്മുടെ ഷോർട്ട് നോട്ട്സിൽ ഉണ്ടാവേണ്ടത്. നോട്ട് റൈറ്റിംഗ് എവറിത്തിങ്, എല്ലാ സാധനവും എഴുതി വെക്കുക, അല്ലെങ്കിൽ റിയാക്ഷൻ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതിങ്ങനെ നോക്കി ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് നോട്ട് ദ വേ. അത് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഓർക്കുക. സോ നോട്ട് ഈസ് ടു റീകോൾ. സോ ഒന്നാമത്തെ ആക്റ്റീവ് റിവൈസിംഗ് മെത്തേഡ് ആണ് ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് റീകോൾ എന്നുള്ളത് കാര്യം. റീഡിംഗ് ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്റ്റീവ് റീഡിംഗ് റിവൈസിംഗ് മെത്തേഡ്. അണ്ടർലൈനിങ്, ഹൈലൈറ്റിംഗ് അത് ആക്റ്റീവ് റിവൈസിംഗ് അല്ല. അതുപോലെ തന്നെ എന്തല്ല, നമ്മൾ ഈ പറയുന്ന ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന എല്ലാ പോയിന്റും എഴുതി വെച്ചിട്ട് വീണ്ടും വായിക്കുന്നതും ആക്റ്റീവ് റിവിഷൻ അല്ല. ദാറ്റ് ഈസ് ഓൾ പാസീവ് റിവിഷൻ. ആക്റ്റീവ് റിവിഷൻ മെത്തേഡിൽ ആദ്യത്തെ കാര്യമാണ് ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുക എന്നുള്ള കാര്യം. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ്. ഇനി രണ്ടാമത്തെ കാര്യം, അണ്ടർലൈൻ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം ദാറ്റ് ഈസ് യുവർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. ബട്ട് ഐ വിൽ ബി ടെല്ലിംഗ് ലൈക്ക് നിങ്ങൾ രണ്ടാമത് NCERT വായിക്കുന്ന സമയത്ത് വാട്ട് യു ഹാവ് ടു ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ, NCERT വായിക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ഡയറക്ട്ലി ടു റീഡ്. നിങ്ങൾ ഇപ്പോൾ ഒരു പേജ് കാണും, ഇപ്പോൾ ബയോടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്, അപ്പോൾ നിങ്ങൾക്ക് ആ PCR-ന്റെ പേജാണെന്ന് വിചാരിക്കും. ജസ്റ്റ് യു ക്യാൻ ഇമാജിൻ, ഇപ്പോൾ നിങ്ങൾ ആ പാഠം പഠിച്ചിട്ടുള്ള ആളാണ്, എന്തായാലും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ PCR-ന്റെ പേജൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 2 പടം ഇങ്ങനെ വരച്ചിട്ട് അതിങ്ങനെ സ്പ്ലിറ്റ് ആയി, അത് പ്രൈമർ, അനീലിംഗ്, പിന്നെ എക്സ്റ്റൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു PCR-ന്റെ ഒരു പടം ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ ടാക് പോളിമറേസ്, കുറച്ച് ഡിഫറെൻറ്റ് എൻസൈംസിൻ്റെ പേരുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളവിടെ വെച്ചിട്ടുള്ള ഒരു പേജാണ് വിചാരിക്കും. അപ്പോൾ ഈ പേജ് നിങ്ങൾ കാണുന്ന സമയത്ത് ഫസ്റ്റ് വാട്ട് യു ഹാവ് ടു ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റീകോൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഫസ്റ്റത്തെ കാര്യമാണ് റീകോൾ. ആ പേജ് ഇങ്ങനെ വന്നിട്ട് എന്തൊക്കെയായിരുന്നു ഈ പേജിലുള്ളത്, ഈ പടമൊക്കെ എന്തായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ച് നോക്കി നമ്മുടെ മൈൻഡിലേക്ക് ഒരു ഇമേജ് ഫോം ചെയ്തതിന് ശേഷം മാത്രം സ്പീഡിൽ വായിച്ചു പോവാം. ഓക്കെ. സോ ആ രണ്ടാമത് വായിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ മിസ്സായിപ്പോയത്, അതായത് നമ്മൾ റീകോൾ ചെയ്തപ്പോൾ നമ്മൾ മിസ്സായി പോയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഓർത്തെടുക്കേണ്ടത്. ആൻഡ് ആ കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മുടെ ഷോർട്ട് നോട്ടിലേക്ക് നമുക്ക് എൻ്റർ ചെയ്ത് വെക്കാനും പറ്റും. സോ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് റീഡിങ് ഫ്രം 1 to 100 വരെ വായിക്കലല്ല, 1 to 100 വരെ നമ്മളിങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് കുറേ നമ്പേഴ്സ് ഓർമ്മ വരും, കുറച്ച് സാധനങ്ങൾ വിട്ടുപോകും, കുറേ ഓർമ്മ വരും, കുറച്ച് സാധനങ്ങൾ വിട്ടുപോകും. രണ്ടാമത് വായിക്കുന്ന സമയത്ത് ആ വിട്ടുപോയ സാധനങ്ങൾ പെറുക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വായനയുടെ ഉദ്ദേശമായിട്ട് വരുന്നുണ്ടാവുക. സോ ഇറ്റ് ഈസ് ലൈക്ക് മോർ ഇൻവോൾവിംഗ് ബ്രെയിൻ, ആക്റ്റീവ്ലി നമ്മൾ റീഡ് ചെയ്യുക എന്നുള്ള സാധനം. സോ ദിസ് ഈസ് എ വെരി യൂസ്ഫുൾ തിങ്. ദിസ് ഈസ് ഹൗ യു ഹാവ് ടു റീഡ് NCERT ടെക്സ്റ്റ് ബുക്ക്. എസ്പെഷ്യലി ഫിസിക്സിലും കെമിസ്ട്രിയിലും നിർബന്ധമായിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, നിർബന്ധമായിട്ടും വേണം. ബിക്കോസ് ദാറ്റ് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫിസിക്സിലും കെമിസ്ട്രിയിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ, ബയോളജിയിലും കെമിസ്ട്രിയിൽ നിന്നാണ് കേട്ടോ, മാറ്റി വായിക്കാം. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ടത്. സോ NCERT വായിക്കുമ്പോൾ ഫസ്റ്റത്തെ പേജിൽ നമ്മൾ ആദ്യം പേജ് കാണുക, പേജ് കണ്ടതിന് ശേഷം റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. റീകോൾ ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ വായിച്ചു പോകുന്ന സമയത്ത് റീകോൾ ചെയ്തപ്പോൾ കിട്ടാതെ പോയ പോയിന്റ്സിന് ഹൈലൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അണ്ടർലൈനിങ് എവറിത്തിങ്, അങ്ങനത്തെ ഒരു സാധനത്തിലാണ്. സോ
സോ റീഡിങ്ങിൽ കാര്യമില്ല എന്ന് പറഞ്ഞു റീകോൾ. ഇനി അടുത്ത ആക്റ്റീവായിട്ടുള്ള റിവൈസിങ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് സ്പേസ്ഡ് റിപ്പീറ്റേഷൻസ്. സ്പേസ്ഡ് റിപ്പീറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ബേസിക്കലി ഇന്ന് വൈകുന്നേരം തന്നെ അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിലാണ്. ആക്ച്വലി തേർഡ് ഡേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും യു വിൽ ബി ഓൾമോസ്റ്റ് ഫോർഗെറ്റിംഗ് എവറിത്തിങ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഇന്നിരുന്ന് ആലോചിക്കും 3 ദിവസം തന്നെ പഠിച്ച ടോപ്പിക്കുകളെ പറ്റി ഒന്ന് ആലോചിക്കുക, മറന്നു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ മറന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും, ഓൾമോസ്റ്റ് എല്ലാം മറക്കുന്നുണ്ടാവും. സോ ഈ തേർഡ് ഡേയ്സ് ആണ് ഇമ്പോർട്ടൻറ്റ് ഡേ. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഈ 3ാമത്തെ ദിവസം നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഈ 3ാമത്തെ ദിവസം പഠിച്ച സാധനങ്ങളോ ഇന്നേക്ക് 7 ദിവസം കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ഇരിക്കുന്നത് ശനിയാഴ്ചയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പഠിച്ച സാധനങ്ങൾ ഇപ്പോൾ ശനി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞായർ, തിങ്കൾ, ചൊവ്വാഴ്ച ഒന്ന് റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ചൊവ്വ ബുധനോ ഒന്ന് റിവൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും റിവൈസ് ചെയ്യുക. സോ തേർഡ് ഡേ ഒന്ന് റിവൈസ് ചെയ്തു, 7th ഡേ ഒന്ന് റിവൈസ് ചെയ്തു. പിന്നെ എന്താ റിവൈസ് ചെയ്യേണ്ടതെന്ന് അറിയോ? പിന്നെ റിവൈസ് ചെയ്യേണ്ടത് അടുത്ത ശനിയാഴ്ചയാണ്, 14th ഡേയിൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, തൊട്ടടുത്ത ശനി കഴിഞ്ഞിട്ടുള്ള ഇന്നത്തെ ശനി 14th ഡേയിൽ ഒന്ന് റിവൈസ് ചെയ്യണം. പിന്നെ ഒരു 28 ഡേ കഴിഞ്ഞിട്ടുള്ള ഒരു ശനി, അതായത് 4ാമത്തെ ശനിയാഴ്ച ഉണ്ട് വരാനുള്ളത്, ആ സമയത്ത് ചെയ്യാം. സോ ഇറ്റ്സ് ലൈക്ക് എ സ്പേസ് റിപ്പീറ്റേഷൻ. ഇത് കറക്റ്റ് സൈക്ലിക്കലി കീപ്പ് ചെയ്ത് പോകണം. ഇന്ന് പഠിച്ച സാധനം 3 ദിവസം കഴിഞ്ഞ് കീപ്പ് ചെയ്യും, നാളെ പഠിച്ചത് നാളെ കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്തു, അടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത 3 ദിവസം കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്തു, അങ്ങനെ പോകും. ഇത് നിങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും നിങ്ങൾക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യം. അതിന് വേണ്ടിയിട്ടാണ് ഡോപ്പയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വിസ് കണ്ടക്ട് ചെയ്യുന്നത്. ഡോപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് സ്പേസ്ഡ് റിവൈസ് ചെയ്യാൻ വേണ്ടി പാകത്തുള്ള ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ നമ്മൾ അവിടെ റിവിഷന് വേണ്ടിയിട്ട് റൺ ചെയ്ത് പോകുന്നുണ്ട്. യു ഹാവ് ടു സീ ദ ക്വിസ് ഷെഡ്യൂൾ. സോ എവറി ഡേ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ തന്നെ, ഡോപ്പ ആപ്പിന്റെ ഹോം സ്ക്രീനിൽ തന്നെ ക്വിസ് ഷെഡ്യൂൾ അവിടെ വരുന്നുണ്ടാവും. അതിനകത്ത് ഇങ്ങനെ പ്രൈമറി റിവിഷൻ, സെക്കൻഡറി റിവിഷൻ, ടെർഷ്യറി 3ാമത്തെ റൗണ്ടാണ്, 4ാമത്തെ റൗണ്ടാണ്, 5ാമത്തെ റൗണ്ടാണെന്ന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ പ്രൈമറി റിവിഷൻസിന് മാത്രം ഫോക്കസ് ചെയ്യുക. ഇത് തന്നെ 3ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും വീണ്ടും ഈ പ്രൈമറി പറഞ്ഞ സാധനം സെക്കൻഡറി എന്ന് പറഞ്ഞിട്ട് 3ാമത്തെ ദിവസം നടക്കുന്നുണ്ടാവും. 7ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് അടുത്തതെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടാവും, അടുത്തെന്ന് നടക്കുന്നുണ്ടാവും. സോ അങ്ങനെ നടക്കുന്നത്. സോ ഈ ഡോപ്പയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യമായിട്ട് തന്നെ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ്, ഈ സ്പേസ് റിവിഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മളവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ഹിയർ കംസ് ദ മോസ്റ്റ് ആക്റ്റീവ് മെത്തേഡ് ഓഫ് റിവിസിങ്, ദാറ്റ് ഈസ് ലൈക്ക് ടെസ്റ്റ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന സാധനം. സോ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ബട്ട് ഐ വാണ്ട് ടു എംഫസൈസ് ദാറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഓർത്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്ന് തന്നെ ടെസ്റ്റ് എഴുതുക, ഇന്ന് തന്നെ ടെസ്റ്റ് ചെയ്തുക. ഡോപ്പയിലെ റിവിഷൻ സ്ട്രാറ്റജീസ് അങ്ങനെയാണ് നിങ്ങൾക്ക് ഫോം ചെയ്ത് വെച്ചിട്ടുള്ളത്. ലൈക്ക് മാരത്തൺ ടെസ്റ്റ് സീരീസ് എല്ലാവർക്കും ഇല്ല. നമ്മൾ ഡോപ്പയിലെ റിപ്പീറ്റേഴ്സിനും ഡോപ്പയിലെ ഇനീഷ്യൽ ഫേസിൽ ക്യാപ്സ്യൂൾ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് മാരത്തൺ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആവുള്ളൂ. ലേറ്റർ ഓൺ ക്യാപ്സ്യൂളൊക്കെ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ക്യാപ്സ്യൂളിനായിട്ട് സെപ്പറേറ്റ് ടെസ്റ്റ് സീരീസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ മാരത്തൺ ടെസ്റ്റ് സീരീസിൽ നമ്മളെങ്ങനെ ടെസ്റ്റ് സാധനങ്ങൾ പ്ലാൻ ചെയ്യാന്ന് വെച്ചാൽ, ഇന്ന് ഒരു ടോപ്പിക് പഠിക്കാനുണ്ടാവും, 1-2 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 3 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടാവും. ഈ പഠിച്ച സാധനങ്ങളുടെ ടെസ്റ്റ് ഇന്ന് ഈവനിങ് തന്നെ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എത്ര പഠിച്ചാലും കുറേ എണ്ണം ശരിയാവും, കുറേ എണ്ണം തെറ്റിപ്പോകും. ദാറ്റ് യു ഓൾറെഡി നോ. അങ്ങനെയാണ് നമ്മുടെ എന്താ പറയുക, ഈ മെമ്മറി വർക്ക് ചെയ്യുന്നുണ്ടാവുക. കുറച്ചെണ്ണം തെറ്റിപ്പോകും, കുറച്ചെണ്ണം ശരിയാവും. ഈ തെറ്റിപ്പോയ അല്ലെങ്കിൽ ശരിയായ സാധനങ്ങളുണ്ടല്ലോ, ആ സാധനങ്ങൾ നമ്മൾ ഒന്നുകൂടി ഇന്ന് രാത്രി തന്നെ ഒന്ന് നോക്കി അതൊന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് യു വിൽ ബി ഹാവിംഗ് ടു അറ്റൻഡ് ആൻ എക്സാം വിത്തിൻ 5 days. 5 ദിവസത്തിനുള്ളിൽ ഇതേ ചാപ്റ്ററിന്റെ എക്സാം വീണ്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതിന്റെ നെക്സ്റ്റ് ഡേ വീണ്ടും അറ്റൻഡ് ചെയ്യേണ്ടി വരും. സോ ഒന്ന് പഠിച്ച സാധനം അതേ ദിവസം ടെസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഇൻ ഡോപ്പ വാട്ട് വി ആർ ഡൂയിങ്, അതേ ദിവസം ടെസ്റ്റ് ചെയ്യപ്പെടുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ പീരിയഡിൽ നമ്മൾ സീക്വൻഷ്യലി പറയുകയാണെങ്കിൽ അതിങ്ങനെ അടുത്ത പീരിയഡിൽ അതിന് വീണ്ടും ടെസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. സോ ഈ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് യു നോ ദാറ്റ് തിങ് ഇറ്റ്സ് നോട്ട് ലൈക്ക് റീഡിംഗ് ആൻഡ് ചാറ്റ്. ഞാൻ പറഞ്ഞില്ല, റീഡിംഗ് ആൻഡ് ചാറ്റ് ഈസ് ലൈക്ക് ഇങ്ങനെ ഇരുന്നിട്ട് അണ്ടർലൈൻ ചെയ്ത് ഇങ്ങനെ പോകുന്ന സാധനമാണ്. ദാറ്റ് ഈസ് പാസീവ്. പക്ഷേ ടെസ്റ്റ് എഴുതാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്ത് നോക്കി തെറ്റിപ്പോയി നമ്മളത് വീണ്ടും പഠിച്ച്, ചെയ്ത് നോക്കി തെറ്റിപ്പോയി വീണ്ടും പഠിച്ച്, അത് നമ്മൾ ഷോർട്ട് നോട്ടിലേക്ക് എടുത്ത് എഴുതി വെച്ച്. സോ ദാറ്റ് ഈസ് എ വെരി ആക്റ്റീവ് പ്രോസസ്. സോ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ആണ്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. നമ്മുടെ റിവിഷൻ മെത്തേഡിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, സിംപ്ലി റീഡിംഗ്, നോ ടു റീഡിംഗ്, ആൻഡ് സിംപ്ലി അണ്ടർലൈനിങ്, നോ ടു അണ്ടർലൈനിങ്, സിംപ്ലി നോട്ട് മേക്കിംഗ്, നോ ടു നോട്ട് മേക്കിംഗ്. ഇതെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. യു ഹാവ് ടു ഡു ലൈക്ക് റീകോൾ മെത്തേഡ്, സ്പേസ്ഡ് റിപ്പീറ്റേഷൻസ് ആൻഡ് ടെസ്റ്റ് ആൻഡ് പ്രാക്ടീസ്. ദിസ് ഈസ് ദ റിവിഷൻ മെത്തേഡ്. എല്ലാം റെഡി അല്ലേ? ഇനി നിങ്ങളുടെ റിവിഷൻ സ്ട്രാറ്റജീസ് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാം മിസ്റ്റേക്സ് ആണ് നിങ്ങൾ വരുത്തിയത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിലേക്ക് ഇട്ടോ. നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും അതിനകത്ത് ഈ റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും കമന്റ് ബോക്സിലേക്ക് ഇട്ടോ. ഓരോന്നിനും മറുപടി ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവും. സോ സീ യു ദെയർ. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. നീറ്റ് ആസ്പിറന്റ് ആയിട്ടുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ബിക്കോസ് ഈ ഒരു മണ്ടത്തരം കൊണ്ട് ഇങ്ങനത്തെ മിസ്റ്റേക്കുകളുണ്ട്. നോബഡി ഷുഡ് ലൂസ് എനി മാർക്ക്, നോബഡി ഷുഡ് ലൂസ് ദെയർ ഡ്രീംസ്. അവരുടെ ഡ്രീമുകൾ നഷ്ടപ്പെടാൻ അത് കാരണമാവരുത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ യു ഹാവ് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കമന്റ് ബോക്സിൽ വരിക, അടിപൊളിയായിട്ട് കമന്റുകൾ നിരത്തിയിട്ടോ. ഐ വിൽ ബി റിപ്ലൈയിങ് ടു ദം. ബൈ ബൈ.